ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് വരാൻ അവരുടെ മതവും വിശ്വാസം അനുവദിക്കുന്നുണ്ടെങ്കിൽ വരാം, നമുക്ക് വിളിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട. എന്നാൽ അവരെന്നെ ഇപ്പോൾ ശബരിമല പോവുകയാണ്. ശബരിമല പോകുന്ന സമയത്ത് അവർ നോമ്പ് നോക്കും. അവർക്ക് പ്രത്യേക ചിട്ടവട്ടം കണ്ട് പ്രത്യേക വേഷം ധരിക്കും, കറുത്ത വസ്ത്രം ധരിക്കും. ആ സമയത്ത് സാധാരണ നമ്മളെ വീട്ടിൽ വന്നിരുന്ന നമ്മുടെ അയൽവാസികളാണെങ്കിൽ തന്നെ അവർ പറയുന്നത് ഞാൻ മാലട്ടതാണ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മതേതര കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പം ഇന്നലെ വരാനില്ല, പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു കറുത്ത തുണി എടുത്തപ്പോൾ എൻ്റെ സ്വഭാവം മാറും, ആ മാലട്ടപ്പോൾ എൻ്റെ സ്വഭാവം മാറും. എന്തൊരു വർഗീയത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങനെ ഫയർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അത് അയാളെ ബഹുമാനിക്കാറുണ്ട്, അത് അയാളെ വിശ്വാസം. ഓക്കെ റെഡി എന്ന് പറയല്ലേ വേണ്ടേ. ഇതേപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ പറയണത് പിന്നെ എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോകണം. ഈ കാര്യത്തിൽ എന്താണ് ഇതെനിക്ക് പറ്റാത്തതാണ്, ഇത് നമ്മുടെ വിശ്വാസത്തിന് പറ്റാം. ഞാൻ ഏകദേശം വിശ്വാസിയാണ്. ഇതിപ്പോൾ തൃക്കാക്കരയപ്പൻ്റെ വിശ്വാസം കാര്യമൊക്കെ വ്യാപ്തത്തിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റും. നമ്മൾ അവരും എന്ത് ചെയ്യണം? ശരി, അത് ബഹുമാനിക്കല്ലേ വേണ്ടത്. എന്തായാലും അപ്പോഴേക്കും നമ്മൾ വർഗീയവാദിയാണ് എങ്ങനെ, അപ്പോഴേക്കും ഭീകരവാദിയാണത് എങ്ങനെ? അതെനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്. എല്ലാം കൂടി സങ്കരം ഇനം ഒരു പായസം വെച്ചാൽ അത് അംഗീകരിക്കാത്തവനൊക്കെ കുഴപ്പക്കാരൻ, അവനൊക്കെ തീവ്രവാദി. അതൊരു ഫാസിസം ഞാൻ പറയുന്നത്. അതിനാണ് ലിബറൽ ഫാസിസം എന്ന് പറയാം. അതായത് സംഘപരിവാർ ഫാസിസത്തെ വിമർശിക്കും ചെയ്യാം. ഈ ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ കുഴപ്പക്കാരെന്നുള്ള രൂപമുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വര ഏതായാലും വരക്കണം, ആ വര നേരത്തെ വരക്കുക. അപ്പോൾ ചോദിക്കും ഈ ഒരു സംഘപരിവാർ കാലത്ത് നമുക്കൊരു പിന്നെ പരസ്പര സഹകരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു അവസരം കിട്ടുക ആഘോഷത്തിൻ്റെ സമയത്തല്ലേ. ഇത് ആഘോഷം കാത്തിരിക്കണതിന് അതിന് വേറെ എന്തൊക്കെ അവസരം ഉണ്ടാക്കാം, അതിനെന്തൊക്കെ അവസരം ഉണ്ടാക്കാം. നമ്മളിവിടെ കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു മനുഷ്യ സൗഹാർദ്ദം പടുത്തുയർത്തണം. അതിന് പ്രത്യേക പരിപാടി പദ്ധതിയൊക്കെ കൊണ്ടുവരണം. അത് എത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനി കൊണ്ടുവരാം. അത് കൊല്ലത്തിലേക്ക് വരുന്ന ആഘോഷം വരുമ്പോൾ മാത്രം കാത്തിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ആഘോഷം കൊണ്ട് അത് ചെയ്യണം എന്നുള്ളൊരു ചെയ്തോട്ടെ. പക്ഷേ അതിനൊരാൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് അവകാശം കൊടുക്കണം. അതല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം എന്താ ഇന്ത്യയെ പറ്റിയും ബഹുസ്വരത്തിനെ പറ്റിയും ഒന്നും ഒരു സംസാരിക്കുന്ന ആളുകൾ വായടഞ്ഞു പോണ്. അവരപ്പം എന്താ അവരെ കോലം മാറണം എന്താ? ഇതിന് ആരെങ്കിലും ഒന്നും ആ രീതിയിൽ സംസാരിക്കുമ്പോഴേക്ക് അവർ ഇസ്ലാമിന് പിന്നെ കേരളത്തിന് പറ്റാത്തവരാണ്, മതേതര ബോധമല്ലാത്തവരാണ്, ബഹുസ്വരത അംഗീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, ആ സോഷ്യൽ പ്രഷറിനനുസരിച്ചുകൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നുള്ള രൂപമുണ്ടല്ലോ, അത് നടക്കാനേ പോകില്ല, അത് പറ്റില്ല. നമ്മളൊക്കെ എല്ലാവരും നാട്ടിൽ ജീവിക്കണം. ഇന്നും നല്ല പൊട്ടിമുളച്ച ആൾക്കാരല്ല. നമുക്കൊക്കെ അയൽവാസികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലൊക്കെ എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖമോ പ്രയാസമോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങും, ഒക്കെ ചെയ്യുന്നുണ്ട്. കച്ചവടവും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ മതത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ലാതെ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് അവർ സ്വീകരിക്കണം. അങ്ങനെയൊക്കെ സ്വീകരിച്ച് രൂപം ഉണ്ടാക്കി അങ്ങനെ പുതിയ കേരളം ഉണ്ടായി വരണം. അതാണ് റിയൽ സ്റ്റോറി. അതല്ല റിയൽ സ്റ്റോറി. റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഭരണഘടന ഓരോരുത്തർക്ക് നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം. അതോടൊപ്പം സഹവർത്തിത്വത്തോടു കൂടി നല്ല രീതിയിൽ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം.